നമസ്കാരം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കൺഫ്യൂഷൻസിൽ ഒന്നാണ് നല്ല കോളേജ് സെലക്ട് ചെയ്യണോ അത് നല്ല ബ്രാഞ്ച് സെലക്ട് ചെയ്യണോ എന്നുള്ളത്. ഈ ബുദ്ധിമുട്ട് ഏറ്റവും അധികം വരുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റാങ്ക് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജിൽ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാഞ്ച് കിട്ടാതെ വരുന്ന ഒരു അവസരം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻസ് പ്രധാനമായിട്ടും വരുന്നത്. ഉദാഹരണത്തിന് എനിക്ക് ഇഷ്ടം കമ്പ്യൂട്ടർ സയൻസ് ആണ്, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ റാങ്ക് അനുസരിച്ചിട്ട് എനിക്ക് CET-യിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടില്ല. CET ആണ് എൻ്റെ ഇഷ്ടപ്പെട്ട ക്യാമ്പസ്. CET-യിൽ കിട്ടണമെങ്കിൽ എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു വല്ലാത്ത കൺഫ്യൂഷനാണ്. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ബ്രാഞ്ചിന് പ്രയോറിറ്റി കൊടുക്കണോ അതോ കോളേജിന് പ്രയോറിറ്റി കൊടുക്കണോ? ഈ കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യുന്നതിനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരൊറ്റ തീരുമാനം തെറ്റിപ്പോയത് കൊണ്ട് മാത്രം ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ കോളേജ് വേഴ്സസ് ബ്രാഞ്ച് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒരു 3 ഗോൾഡൻ റൂൾസ് നമ്മൾ പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഇഫക്റ്റീവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ്, ഫാക്കൽറ്റി സ്ട്രെങ്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അവിടെ ജനറൽ റേറ്റിംഗ്സ് ഇതൊക്കെയാണ്. പക്ഷേ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അതിനുള്ള ഫ്യൂച്ചർ സ്കോപ്പ് തുടങ്ങിയവ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കോളേജ് വേഴ്സസ് കോഴ്സ് അത് ശരിയായി കൊടുക്കേണ്ടി വരുന്ന അവസരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് CET-യുടെ പോർട്ടലിൽ വരുന്ന എങ്ങനെയാണ് അത് വരുന്നത് എന്ന് നോക്കാം. ടേബിളിലേക്ക് ശ്രദ്ധിക്കുക. ടേബിളിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ നെയിം ഓഫ് ദ സ്റ്റുഡന്റ്, റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ ഇതൊക്കെ കൊടുക്കണം. അതിനുശേഷം ഓപ്ഷൻ വരുമ്പോൾ ഓപ്ഷൻ 1, 2, 3 എന്ന നിലയിൽ ഫസ്റ്റ് കോളം അതായിരിക്കും. സെക്കൻഡ് കോളത്തിൽ ടൈപ്പ് ഓഫ് കോളേജ്, G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കോളേജ് ആയിരിക്കും. അത് നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാകും. നെക്സ്റ്റ് കോളം കോഴ്സ്, ഏത് കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ കോഴ്സുകൾ കൊടുക്കണം. അടുത്ത കോളത്തിലായിരിക്കും നമുക്ക് വരുന്ന കോളേജ് ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആദ്യം ഓപ്ഷൻ നമ്പർ, ടൈപ്പ് ഓഫ് കോളേജ്, ഗവൺമെന്റ്, സെൽഫ് ഫിനാൻസിംഗ്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ തുടങ്ങിയവ. തേർഡ് കോഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ദെൻ ദി കോളേജ്. ഇതാണ് ഓപ്ഷൻ കൊടുക്കുന്ന ഒരു ലിസ്റ്റ്. ഓപ്ഷൻ കൊടുക്കേണ്ട രീതി മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഒരു സാമ്പിൾ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഒന്ന് നോക്കാം. ടേബിളിൽ പ്രിൻസ് V എന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റുഡന്റ് നെയിം, റോൾ നമ്പർ, അതോടൊപ്പം ആപ്ലിക്കേഷൻ നമ്പർ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് 1, 2, 3, 4 അപ് ടു 11 കാണിച്ചിട്ടുണ്ട്. ഇടയ്ക്കുള്ളതൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. പ്രിൻസിന്റെ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജാണ്, അതുകൊണ്ട് G കാണിച്ചിരിക്കുന്നു. കോഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കോളേജ് TVE, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം. പ്രിൻസിന്റെ മനസ്സിൽ പ്രയോറിറ്റി CET-ക്കാണ്. എന്ത് വന്നാലും ഏത് കോഴ്സ് കിട്ടിയാലും CET-യിൽ പഠിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് ഓപ്ഷൻ 1 കാണിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അറ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, CET എന്നാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അറിയപ്പെടുന്നത് എങ്കിൽ പോലും CE-യുടെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് CET അല്ല TVE ആണ് അതിന്റെ കോഡ്. പ്രിൻസിന് ഏറ്റവും പ്രധാനമായിട്ടും CET-യിൽ പഠിക്കണമാണ് എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് CET-യിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നു. തേർഡ് ഓപ്ഷനായിട്ട് CET-യിൽ തന്നെ മറ്റു ബ്രാഞ്ചുകളും കൊടുത്ത് അങ്ങനെ പോകുന്നു. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഐറ്റം നമ്പർ 10 ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഓപ്ഷൻസ് ആണ് അദ്ദേഹം കൊടുത്തു പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഗിവിംഗ് പ്രയോറിറ്റി ടു കോളേജ് കമ്പയർഡ് ടു ദ ബ്രാഞ്ച് ടു ബി സെലക്ടഡ്. ഇനി നമുക്ക് മറ്റൊരു കേസ് നോക്കാം. ഓപ്ഷൻ കൊടുക്കേണ്ട രീതി, വെൻ യു ആർ ഗിവിംഗ് പ്രയോറിറ്റി ടു കോഴ്സ്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ വിത്ത് പ്രിയ ആസ് എ സ്റ്റുഡന്റ്. ഏത് കോളേജിലാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കാം, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് CET-യിൽ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. സെക്കൻഡ് ഓപ്ഷൻ എഗെയിൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബട്ട് GEC തൃശ്ശൂർ. എഗെയിൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബട്ട് GEC അറ്റ് ബാട്ടൺ ഹിൽ. ഫോർത്ത് എഗെയിൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബട്ട് SCT അറ്റ് തിരുവനന്തപുരം. അതായത് കോളേജ് ഏതായാലും മതി, പക്ഷേ കോഴ്സ് ഏറ്റവും ഇഷ്ടമുള്ളതാകണം എന്നർത്ഥം. ഈ 2 ടേബിളും കാണിച്ചതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു സാമ്പിൾ മാത്രമാണ്. അതുകൊണ്ടാണ് ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻസ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓപ്ഷൻ കാണിക്കാം. ഒന്നുകൂടി പറഞ്ഞാൽ, പ്രിൻസ് ഓപ്ഷൻ കൊടുത്തപ്പോൾ കോഴ്സ് ഏതായാലും മതി, പക്ഷെ പഠിക്കുന്നത് CET-യിൽ തന്നെ ആവണം. ഇനി പ്രിയയുടെ ഓപ്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. പ്രിയയ്ക്ക് ഇഷ്ടം കമ്പ്യൂട്ടർ സയൻസ് ആണ്, അത് പഠിക്കണം, കോളേജ് ഏതായാലും മതി. ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ചലഞ്ച് എന്താണെന്ന് നോക്കാം. ഉദാഹരണത്തിന് പ്രിൻസിന്റെ ഹയസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കിട്ടിയത്, ഹയസ്റ്റ് അലോട്ട്മെന്റ് ആയിട്ട് കിട്ടിയത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രിഫറൻസ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് അറ്റ് CET ട്രിവാൻഡ്രം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഓപ്ഷൻ GEC തൃശ്ശൂരിൽ കിട്ടുമായിരുന്നത് ഇനി കിട്ടുകയില്ല. പ്രിൻസിന്റെ ഫസ്റ്റ് ഓപ്ഷനായ കമ്പ്യൂട്ടർ സയൻസ് അറ്റ് CET-യിൽ കിട്ടാനുള്ള റാങ്കും അദ്ദേഹത്തിനില്ല. അതിനർത്ഥം സിവിൽ എഞ്ചിനീയറിംഗ് അദ്ദേഹം പഠിക്കേണ്ടി വരും എന്നാണ്. നേരെ മറിച്ച് പ്രിയയുടെ കേസിലാണെങ്കിൽ തന്റെ ഇഷ്ട ബ്രാഞ്ചായ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് CET-യിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, മറ്റേതെങ്കിലും കോളേജിൽ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെയാണ് ആ വലിയ കൺഫ്യൂഷൻ വരുന്നത്. ഓപ്ഷൻ കൊടുക്കുമ്പോൾ
പ്രിൻസ് കൊടുത്തതുപോലെ കോളേജ് പ്രയോറിറ്റി വെച്ചിട്ട് ഓപ്ഷൻസ് കൊടുക്കണമോ, അതോ പ്രിയ കൊടുത്തതുപോലെ ബ്രാഞ്ചിന്റെ പ്രയോറിറ്റി, കോഴ്സിന്റെ പ്രയോറിറ്റി വെച്ചിട്ട് ഓപ്ഷൻ കൊടുക്കണമോ? ഈ ഡിസിഷൻ എളുപ്പമായി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ഗോൾഡൻ റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു പ്രാക്ടിക്കലി ഇത് എങ്ങനെ ചെയ്യണം എന്ന കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. Basically, branch or course decides your career path, while the college decides your exposure, faculty, placements and other facilities. ഈ ടേബിളിൽ കാണിച്ചിട്ടിരിക്കുന്ന പോലെ ബ്രാഞ്ച് വേഴ്സസ് കോളേജ് പ്രയോറിറ്റീസ് നോക്കുകയാണെങ്കിൽ, ബ്രാഞ്ച് പ്രയോറിറ്റി നോക്കിയാൽ ലോങ് ടേം കരിയർ അലൈൻമെന്റ് യെസ് ശരിയായിട്ടുണ്ടാകും. പിയർ ഗ്രൂപ്പ്, ഫാക്കൽറ്റി, ഇൻഫ്രാസ്ട്രക്ചർ നോ, അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോളേജ് അല്ല, ബ്രാഞ്ച് ആണ്. അതേസമയം കോളേജ് പ്രയോറിറ്റിയിൽ ലോങ് ടേം കരിയർ അലൈൻമെന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും പ്രയോറിറ്റി ഉള്ള ബ്രാഞ്ച് അല്ല നമ്മൾ തിരഞ്ഞെടുത്തത്, കോളേജാണ്. മറിച്ച് പിയർ ഗ്രൂപ്പ്, ഫാക്കൽറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അതുണ്ടാകും യെസ് കോളേജ് പ്രയോറിറ്റിയിൽ. കാരണം നമ്മൾ തിരഞ്ഞെടുത്തത് ഇതൊക്കെ വെച്ചിട്ടുള്ള കോളേജിനെയാണ്. ഓക്കെ, നമുക്കിനി ഓപ്ഷൻ രജിസ്ട്രേഷൻ വേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറയുന്നതിന് തൊട്ട് മുമ്പ് ആ ഗോൾഡൻ റൂൾസ് എന്താണെന്ന് നോക്കാം. ഗോൾഡൻ റൂൾ നമ്പർ 1, ഇഫ് യു ആർ ക്ലിയർ അബൌട്ട് യുവർ കരിയർ പാത്ത്, ഗിവ് പ്രയോറിറ്റി ടു എ ബ്രാഞ്ച് ഓർ കോഴ്സ്. നമുക്ക് നമ്മുടെ കരിയർ പാത്ത് ഫ്യൂച്ചറിൽ എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇതേ ബ്രാഞ്ച് തന്നെ വേണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ബ്രാഞ്ചിന് അല്ലെങ്കിൽ കോഴ്സിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. ഇഫ് യു ആർ സ്റ്റിൽ എക്സ്പ്ലോറിംഗ് യുവർ ഇൻട്രസ്റ്റ് ഓർ കരിയർ പാത്ത്, നമുക്ക് ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും കരിയർ പാത്ത് ഏത് വേണമെന്നുള്ളത്, ബ്രാഞ്ചുകളെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇൻ ദാറ്റ് കേസ് ഗിവ് പ്രയോറിറ്റി ടു ദ ബ്രാഞ്ച് ബട്ട് ടു എ ജനറിക് ബ്രാഞ്ച്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരു ജനറിക് ബ്രാഞ്ച് ആയിട്ട് കണക്ക് കൂട്ടാം. കമ്പ്യൂട്ടർ സയൻസ് പോലും വിത്തൗട്ട് എനി സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻസ് അതും നമുക്കൊരു ജനറിക് ബ്രാഞ്ച് ആയിട്ട് കൂട്ടാം. ഇതുപോലുള്ള ജനറിക് ബ്രാഞ്ചുകൾ വേണം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട്. ഇനി റൂൾ നമ്പർ 3, നമുക്ക് വളരെ ക്ലിയർ ആണ് ഏത് കോളേജിൽ പഠിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഗിവ് പ്രയോറിറ്റി ടു ദ കോളേജ്, ദെൻ ഗിവ് ദി കോഴ്സസ് 1 by 1. ഫൈൻ. ഈ റൂളുകൾ വെച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു ടേക്ക് ദ ഡിസിഷൻ അത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. സ്ക്രീനിൽ കാണുന്ന ടേബിളിലേക്ക് നോക്കുക. ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് 6 എണ്ണമാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്. ഈ ടേബിളിലേക്ക് എൻട്രി നടത്തുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും മനസ്സിൽ വെക്കേണ്ട. ഏതൊക്കെ ബ്രാഞ്ചുകളാണോ ആവശ്യമുള്ളത്, അതുപോലെ ഏതൊക്കെ കോളേജുകളാണോ മനസ്സിലുള്ളത്, അതൊക്കെ നമുക്ക് കൊടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും കോളേജ് CETയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ള കോളങ്ങളിൽ നോക്കിയാൽ നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുകയാണ്. 1 മുതൽ 5 വരെയുള്ള വെയിറ്റേജ്, ബ്രാഞ്ച് ഇൻട്രസ്റ്റിന് 1 മുതൽ 5 വരെയുള്ള വെയിറ്റേജ്, കോളേജ് പ്രിഫറൻസിന് 1 മുതൽ 5 വരെ വെയിറ്റേജ്, പ്ലേസ്മെന്റ് സ്കോപ്പിന് 1 മുതൽ 5 വരെ വെയിറ്റേജ്, ആൻഡ് ദെൻ കരിയർ ഫ്ലെക്സിബിലിറ്റി, അതായത് ഒരു കോളേജിൽ ഈ ബ്രാഞ്ച് എടുത്താലുള്ള ഫ്ലെക്സിബിലിറ്റി എന്താണ്, അതിനും ഒരു വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ 5, ഏറ്റവും കുറവാണെങ്കിൽ 1, ഈ നിലയിൽ കൊടുക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് CET കോമ്പിനേഷനിൽ എല്ലാം ഫുൾ മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബ്രാഞ്ച് ഇൻട്രസ്റ്റ് 5, കോളേജ് പ്രിഫറൻസ് 5, പ്ലേസ്മെന്റ് സ്കോപ്പ് 5, കരിയർ ഫ്ലെക്സിബിലിറ്റി 5. ഇനി രണ്ടാമത്തെ ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് GEC തൃശ്ശൂരിലാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ പ്രയോറിറ്റി 4 ആണ്, കാരണം ഫസ്റ്റ് പ്രയോറിറ്റി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. കോളേജിന്റെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ് കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പ്രിഫറൻസ് അഗൈൻ CET ആയിരുന്നു. പ്ലേസ്മെന്റ് സ്കോപ്പ് വെച്ചാൽ 4 ആൻഡ് കരിയർ ഫ്ലെക്സിബിലിറ്റി ECE GEC തൃശ്ശൂരിൽ പഠിച്ചാൽ നല്ല ഫ്ലെക്സിബിൾ കരിയർ ആണെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് 5 മാർക്സ് കൊടുത്തു. ഇങ്ങനെ 1 മുതൽ 6 വരെയുള്ള ഓപ്ഷൻസ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനി അതിൽ നോക്കിയാൽ ടോട്ടൽ മാർക്ക് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ 1 ടോട്ടൽ മാർക്ക്, അതായത് CSE ആൻഡ് CET എന്ന കോമ്പിനേഷനിൽ ടോട്ടൽ മാർക്ക് 20 ആണ്. ഓപ്ഷൻ 2ൽ ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ 17, ഓപ്ഷൻ 3ൽ 12, 14, 11 ആൻഡ് 18. ഇതാണ് ടോട്ടൽ മാർക്ക് ഓരോ ഓപ്ഷനും കിട്ടിയിട്ടുള്ളത്. ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമായി. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണോ കിട്ടിയത് അതായിരിക്കും നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്പർ 1. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് CET ആണ് 20 ഔട്ട് ഓഫ് 20 കിട്ടി, അതാണ് നമുക്ക് ഓപ്ഷൻ നമ്പർ 1. ഇനി നമ്മുടെ പ്രയോറിറ്റി നമ്പർ 2 ഏതാണ്? പ്രയോറിറ്റി നമ്പർ 2 ഈസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അറ്റ് GEC തൃശ്ശൂർ. കാരണം എന്താണ്? ഇതിന്റെ ടോട്ടൽ മാർക്ക് വന്നിരിക്കുന്നത് 18 ആണ്, 20ക്ക് ശേഷം 18 ആണ്. Therefore our option number 2 is computer science and engineering at GEC തൃശ്ശൂർ. ഇതുപോലെ നമ്മുടെ ഓപ്ഷൻ നമ്പർ 1, 2, 3, 4, 5 ഒക്കെ നമുക്ക് എത്ര വരെ വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതായിരിക്കണം നമ്മൾ CEയിൽ എൻട്രി ചെയ്യേണ്ട ഓപ്ഷൻസ്. ഇത് ക്ലിയർ ആണല്ലോ? ധാരാളം സ്റ്റുഡൻസും പേരൻസും ഈ കൺഫ്യൂഷൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ടൂൾ ആയിട്ട് മാത്രം ഇതിനെ കാണുക. ഒരു കാര്യം പ്രത്യേകം വീണ്ടും പറയുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, കോളേജ് പ്രയോറിറ്റീസ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കണം ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിന്റെ ഹോംവർക്ക് ശരിയായി ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്ഷൻ കൊടുക്കാനിരുന്നാൽ നമുക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവുകയില്ല എന്നർത്ഥം. സ്വന്തമായിട്ട് ഈ തീരുമാനങ്ങൾ എടുക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ തേടുന്നത് നല്ലത് തന്നെയായിരിക്കും. ബിക്കോസ് ദിസ് വൺ ഡിസിഷൻ ഹാസ് എ ലൈഫ് ലോങ് ഇമ്പാക്ട്. എഞ്ചിനീയറിംഗ് അഡ്മിഷൻസിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അറിയണമെങ്കിൽ ഫ്രീ കൺസൾട്ടേഷന് വേണ്ടി വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയർ തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.